ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കൂർക്ക മെഴുക്ക് പുരട്ടിയതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കൂർക്ക ഒന്ന് മെഴുക്ക് പുരട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കുറച്ച് കൂർക്ക ഞാൻ ഇങ്ങനെ മെട്രോയിൽ പോരും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചെണ്ണം ഞാൻ ഇങ്ങനെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. വലുത് ഞാൻ അതേപോലെ അവിടെ വെച്ചു, ചെറുതൊക്കെ എടുത്ത് മെഴുക്ക് പുരട്ടാൻ നോക്കി കേട്ടോ. അപ്പോൾ വലുത് അവിടെ വെച്ചത് കറിയിലൊക്കെ, അതായത് ചിക്കനും ബീഫൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടായിട്ടിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ അതിലാണ് ഞാൻ വലുത് അവിടെ തിരിഞ്ഞ് വെച്ചത്. ചെറുതൊക്കെ എടുത്ത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂർക്ക വൃത്തിയാക്കാനൊരു എളുപ്പവിദ്യയാണിത് കേട്ടോ. പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ ഇട്ടിട്ട് ഇതേപോലെ തല്ലിയെടുത്താൽ നമുക്ക് കൂർക്കയുടെ തൊലി പെട്ടെന്ന് കളഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു നേരിയ പ്ലാസ്റ്റിക് സഞ്ചിയിലാണ് ഇട്ടത്. നിങ്ങളിടുമ്പോൾ കുറച്ച് കട്ടിയുള്ള കവറിലിടണം കേട്ടോ. അപ്പോൾ ഞാനൊരു വേറൊരു പ്ലാസ്റ്റിക് സഞ്ചി കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇതേപോലെ തല്ലിയെടുക്കുന്നത്. നിലത്ത് ഇതേപോലെ തല്ലിയെടുക്കുക. ഒരുപാട് പ്രഷർ കൊടുത്ത് തല്ലരുത് കേട്ടോ. നമ്മൾ സാധാരണ അലക്കുന്ന പോലെ മെല്ലെ മെല്ലെ ഒന്ന് തല്ലിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ കുട്ടി കണ്ടിട്ട് ഒന്ന് തല്ലണം എന്ന് പറഞ്ഞിട്ട് കുട്ടി ഇതേപോലെ തല്ലുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനെ ഉള്ള പണികൾ. അപ്പോൾ നമ്മൾ തല്ലിയെടുത്തിട്ടുണ്ട്. എന്തായ അവസ്ഥ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തെ കവറിൽ എന്താ പറയുക, കട്ടിയില്ലാത്ത കവറല്ലേ, അപ്പോൾ അത് തല്ലുമ്പം തന്നെ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് വേറൊരു കവർ കൂടി ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഓൾമോസ്റ്റ് എല്ലാം തൊലിയൊക്കെ പോയിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ചിലത് മാത്രം ഇങ്ങനെ ഇടയ്ക്ക് തൊലി ഉണ്ടാകും, കണ്ടില്ലേ. ഇനി ചിലത് ഇതേപോലെ നമ്മൾ കൈനൊക്കെ ഇരട്ടി കൊടുത്താലൊന്നും പോകും കേട്ടോ. അപ്പോൾ ഒരുപാട് പണി നമുക്ക് എളുപ്പമാണ്. ഇതെല്ലാം ഇനി ഒന്ന് തിരിഞ്ഞെടുക്കണം നമുക്ക്. തോല് പോകാത്തത് നമ്മൾ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ചിരണ്ടി ഒന്ന് കൊടുക്കും കേട്ടോ. ആ നടുക്ക ഇങ്ങനെ മടക്കുള്ള സ്ഥലത്ത് കുറച്ച് തോല് പോകാൻ ഇതേപോലെ അടിച്ചാൽ പോവില്ല. അത് നമ്മൾ കത്തിയോണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കളഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൂർക്കയൊക്കെ ഇതേ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നാലാക്കി കീറുക. നമ്മളിഷ്ടത്തിന് കീറിയെടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയ പോലെ കീറിയെടുക്കുന്നുണ്ട്. 4ഉം 2ഒക്കെ ആക്കി കീറുന്നുണ്ട്. അതിൻ്റെ വലിപ്പം പോലെ നമ്മൾ കീറിയെടുക്കാം കേട്ടോ. കുട്ടികളിത് പെട്ടെന്ന് കാണുമ്പോൾ ചക്കക്കുരു എന്ന് വിചാരിച്ചിട്ട് ചക്കക്കുരുവാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ചക്കക്കുരു പോലെ ഇല്ല, തോല് കളഞ്ഞിട്ട് കിണത്തിലൊക്കെ കാണുമ്പോൾ ചക്കക്കുരു പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂർക്കയെല്ലാം കീറിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മേലെ ഇങ്ങനെ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊരു 4 വിസിലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ചെറിയ കുക്കറാണ്. ഹൈ ഫ്ലെയിമിലൊരു 4 വിസിൽ കൊടുത്തിട്ടുണ്ട്. വിസിലൊക്കെ പോയി പ്രഷറൊക്കെ പോയി നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂർക്കയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അടി പിടിക്കുന്ന പേടിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം അധികം ഒഴിച്ചതാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ കുക്കായിട്ട്. ഇനി ഇതേപോലെ ഒരു ചീനച്ചട്ടി വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. നല്ലപോലെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ വെള്ളം വറുത്ത് വെച്ച കൂർക്ക ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ
വെളുത്തുള്ളിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉടക്കുന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കുക. ഒരുപാട് ഞങ്ങൾ ഉടക്കുന്നില്ല കേട്ടോ, കുറച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ വെള്ളം വാർത്ത് കളഞ്ഞല്ലേ, അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാകും. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. നല്ലൊരു റെസിപ്പിയാണിത്, നല്ല ടേസ്റ്റുമാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അത്യാവശ്യം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്ന് ഉടച്ചെടുത്തിട്ടില്ല, നമ്മൾ ചേമ്പൊക്കെ ഉടച്ചെടുക്കുന്ന പോലെ ഉടച്ചെടുത്തിട്ടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയൊന്നും പിടിക്കില്ല, നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റും അതേപോലെ വെളുത്തുള്ളീൻ്റെ ഫ്ലേവറുമാണ് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കൂർക്ക പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ചോറിൻ്റെ കറി എന്ന് പറയുന്നത് മീൻ കറിയും അതേപോലെ കൂർക്കയാണ് കേട്ടോ. പിന്നെ ഒരു അച്ചാറുമാണ്. കൂർക്ക തോരനാണ്, മെഴുക്ക് വരട്ടിയാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ തോരനും വെക്കും, തേങ്ങ ചിരണ്ടിയിട്ടിട്ട് നമുക്ക് തോരനാക്കിയിട്ടും വെക്കാം. പക്ഷേ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, മെഴുക്ക് വരട്ടിയായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.